ഹലോ, എസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുക്കറിനകത്ത് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. വളരെ കുറച്ച് സമയം കൊണ്ടും കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്ക് ഒരു ഗ്ലാസ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് അളന്ന് ജീരകശാല റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി വെക്കണം. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്ത് ആ കുക്കറിലേക്ക് തന്നെയാണ് ചതച്ചെടുക്കുന്നത്. അതിനകത്തേക്ക് ചതച്ച് വെക്കണം. അതിനകത്തേക്ക് തന്നെ കുറച്ച് സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞിടണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഗ്യാസിലേക്ക് അടുപ്പത്ത് വെക്കണം. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യും ഡാൽഡയും കൂടി ചേർക്കണം. ചിക്കൻ നമ്മൾ കഴുകി വരെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്യണം. ഒരു ഗ്രാമ്പു, തക്കോലം, കറുവപ്പട്ട, അതൊക്കെ കുറച്ച് അരി ഇതല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ കുറച്ചിടുക. ഇനി കുറച്ച് ഡാൽഡയും നെയ്യും കൂടി ആഡ് ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഊറ്റിയിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്ത് എടുക്കാൻ വിട്ടുപോയി. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ സാധനങ്ങളൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. കാരണം ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ചോറിൽ റൈസിന് ഭയങ്കര എരിവായി പോവും. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. നമ്മളൊന്ന് വഴറ്റിയതിന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേണം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യാനുണ്ട്. നമുക്കൊരു ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മല്ലിയിലയോ പുതിനയിലയോ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഊറ്റിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ തിള വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കണം. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഞാൻ അരി ഇട്ട് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറാണ്.